ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ബാബു, എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ സെൻകുമാർ സാർ, ഇനി എനിക്ക് ശേഷം ഈ വേദിയിൽ സംസാരിക്കാനുള്ള എൻ്റെ സുഹൃത്ത് ശ്രീ ബൈജു, പ്രിയമുള്ള സജ്ജനങ്ങളെ, തീർച്ചയായും നമ്മൾ ഈ കാലത്തിന്, നമ്മുടെ വർത്തമാന കാലത്തിന് ഇങ്ങനൊരു ചർച്ച അനിവാര്യമാണ്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ കേരളത്തിലെ ദേവസ്വങ്ങൾ, ക്ഷേത്രങ്ങൾ, അവരുടെ കോപ്പറേറ്റീവ് ഭരണം, അത് സംബന്ധിച്ച് നിലനിൽക്കുന്ന ഒരുപാട് ആശങ്കകളും അജ്ഞതകളും സമൂഹത്തിലുണ്ടെന്ന് ഈ അടുത്ത കാലത്താണ് നമുക്ക് മനസ്സിലായത്. സാധാരണ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ നിത്യം ദർശിക്കാനെത്തുന്ന അമ്പലം, അതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊരു മഹാപ്രസ്ഥാനമുണ്ടെന്ന് പലർക്കും അറിയില്ല. കാരണം ഈ ക്ഷേത്രം അതിൻ്റെ പ്രാഥമിക രംഗം മാത്രമാണ്. അതിൻ്റെ പിന്നിൽ അതിൻ്റെ സ്ഥാപനങ്ങൾ, അതിൻ്റെ സംവിധാനങ്ങൾ, അതിൽ പണിയെടുക്കുന്ന ജീവനക്കാർ, കോളേജുകൾ, സ്കൂളുകൾ, ധർമ്മസ്ഥാപനങ്ങൾ, പ്രസ്സുകൾ, അതിൻ്റെ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അങ്ങനെ വളരെ വ്യാപകമായൊരു ശൃംഖല ഈ നമ്മൾ തൊഴാൻ പോകുന്ന, നമ്മൾ നിത്യസന്ദർശനത്തിന് പോകുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പിന്നിലുണ്ടെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ക്ഷേത്രം, അതിൻ്റെ ഭരണം, ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഈ മഹത്തായ ഒരു സ്ഥാപനവും കൂടി നമ്മുടെ മുന്നിലേക്ക് വരണം എന്നുള്ളതാണ്. പലർക്കും അറിയില്ല ഇങ്ങനൊരു മഹാസ്ഥാപനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആസ്തികൾ, സമ്പത്തുകൾ, ഇത് കേരളത്തിലെ മറ്റേതൊരു സംവിധാനങ്ങളെയും അതിശയിപ്പിക്കുന്ന, ഒരുപക്ഷെ കേരള ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിനെ അധികരിക്കുന്ന സ്ഥാവര ജംഗമ സ്വത്തുകളിലും സമ്പന്നമായ ഒരു ഹൈന്ദവ ധർമ്മ സ്ഥാപനമാണ്. പലപ്പോഴും ഈ വൻതോതിലുള്ള ഈ സമ്പത്തുകൾ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് എന്ന് പോലും അറിയാത്ത പ്രവർത്തനമാണ് നമ്മുടെ ഹിന്ദുക്കളിൽ നിന്നും അല്ലെങ്കിൽ അവർ നിയോഗിക്കുന്ന ഈ ദേവസ്വം ഭരണ വിഭാഗത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ കാലം നമ്മുടെ മുമ്പിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണമല്ല, സർക്കാർ ഭരണം, ദേവസ്വം ഭരണം, അതുണ്ടായിട്ട് 214 വർഷമായി. 214 വർഷം. നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ഉണ്ടായിട്ട് കേരള സംസ്ഥാനത്തേക്കാൾ 6-7 വർഷം മൂത്തതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അതാണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു ചരിത്രം. അപ്പം ക്ഷേത്രം, അവിടെ മുതൽ നമ്മൾ ആരംഭിച്ചാൽ ക്ഷതാൽ ത്രായതേ ഇത് ക്ഷേത്ര, ക്ഷേത്രത്തിൽ നിന്ന് മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ധർമ്മസങ്കടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാ മനുഷ്യനും ഉണ്ടാവുന്നുണ്ട്. ഒന്നുകിൽ നമ്മുടെ ഗുരുക്കന്മാരെ അഭയം പ്രാപിക്കും, അല്ലെ ആചാര്യന്മാരെ അടുത്ത് പോകും, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകും. അപ്പം അതുകൊണ്ട് അനിവാര്യമാണ് മനുഷ്യ ജീവിതത്തിനെ കൂടുതൽ ജീവിതവ്യമാക്കുന്നത് ക്ഷേത്രങ്ങൾ കൂടിയാണ്, പ്രത്യേകിച്ച് ഹിന്ദു ജനങ്ങൾക്ക്. അപ്പം ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷേ ഈ ക്ഷേത്രങ്ങൾക്കൊരു ന്യൂനതയും സംഭവിച്ചിട്ടില്ല. എവിടെയാണ് ന്യൂനത സംഭവിച്ചത്? ഇത് ഭരിക്കാൻ നിയോഗിച്ചിട്ടുള്ള കക്ഷികളിൽ. അത് ഈ കഴിഞ്ഞ 214 വർഷം നമ്മൾ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തമിഴിലെ 3 പ്രധാനപ്പെട്ട രാജകുടുംബങ്ങളുണ്ട്. ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാർ. അതിലൊരു വംശത്തിൻ്റെ കഥയിലേക്ക് നമുക്ക് പോണ്ടി വരും. അപ്പോൾ അത് ചേര രാജാക്കന്മാർ പിന്നീട് കേരളത്തിലായി. ആ തിരുവിതാംകൂർ രാജാവിൻ്റെ ചരിത്രം, നമ്മുടെ റീജൻ്റ് റാണിയുടെ കാലം 1811 അന്ന് രാജാവിൻ്റെ ഒരു വിളംബരമുണ്ടായി. ഓയിങ് ടു മിസ്മാനേജ്മെൻറ്റ് certain ഹിന്ദു ടെമ്പിൾസ്. അവിടെ അതിൻ്റെ അടിവരയിട്ട് പ്രയോഗിച്ചൊരു വാക്കെന്ന് പറഞ്ഞാൽ ഓയിങ് ടു മിസ്മാനേജ്മെൻറ്റ്, ദുർഭരണം. എവിടെയാ? അന്നത്തെ ക്ഷേത്രങ്ങളിൽ. അപ്പോൾ അതുവരെ ആരാണ് ക്ഷേത്രം ഭരിച്ചിരുന്നത്? മാനുഷ്യങ്ങൾ, കരനാഥന്മാർ, ഊരാളന്മാർ. ഊരാളെന്ന് പറഞ്ഞാൽ ഊരാളും ഞങ്ങൾക്ക് ഊരാഴ്മയും കാരാഴ്മയുണ്ട്. ഊരാഴ്മ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു അഡ്മിനിസ്ട്രേറ്റ്, ഭരിക്കാനുള്ള അവകാശം. കാരാഴ്മ എന്നത് സർവീസ് ചെയ്യാനുള്ള അവകാശമാണ്. ഇത് രണ്ടും പ്രബലമായ ആദ്യകാലത്ത്, പ്രാരംഭകാലത്തുണ്ടായതാണ്. 1811 കേണൽ മൺട്രോയ്, ഒരുപക്ഷെ അതിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ചില ആളുകൾ അത് റീജൻ്റ് മഹാറാണിയുടെ ദുർബുദ്ധിയുടെയോ ദുരാഗ്രഹത്തിൻ്റെ ദുരയുടെയോ ഭാഗമായിരുന്നു
രാജ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ മഹാക്ഷേത്രങ്ങളെ അവർ അസ്യൂം ചെയ്യുകയായിരുന്നു എന്നൊക്കെയാണ് പറയണേ. എന്തായാലും ആ നോട്ടിഫിക്കേഷനിൽ വന്നത് 1811 വന്നത് മിസ്മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി 1700ഓളം ക്ഷേത്രങ്ങളെ രാജാവിൻ്റെ മേൽക്കോയ്മ അവകാശം ഉപയോഗിച്ച് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. രാജാവിനുണ്ടായിരുന്ന മേൽക്കോയ്മ, രാജ്യത്തിന്മേലുള്ള മേൽക്കോയ്മാധികാരം ഏറ്റെടുത്താണ് തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രം ഭരിക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ അടിസ്ഥാന അവിടെ നിന്നാണ് ആരംഭിച്ചത്. അതൊരു സർക്കാർ സംവിധാനമായിരുന്നു ആദ്യം. അത് തുടർന്നു വന്നപ്പോഴാണ് ഹിന്ദുക്കൾക്ക് ആ സ്ഥാപനത്തിൽ ജോലിയുണ്ട്. ക്രിസ്തുമത വിശ്വാസികൾ ക്രിസ്ത്യാനികൾക്കും ജോലി കൊടുക്കാൻ തുടങ്ങി ഈ രാജാക്കന്മാർ. അപ്പോൾ ഈ റവന്യൂ ദേവസ്വം ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കുകയാണ്. ഇതിലെ ക്ഷേത്രത്തിൽ പ്രൊമോഷൻ തസ്തികകൾ വരുമ്പോൾ ക്രിസ്ത്യാനികളെ പ്രൊമോട്ട് ചെയ്യാൻ വയ്യാതായി. കാരണം അവർക്ക് ക്ഷേത്രത്തിൽ ഭരിക്കാൻ പറ്റും. ക്ഷേത്രത്തിൽ ഹിന്ദു വിശ്വാസമുള്ളവർ വേണം. സാറ് പറഞ്ഞു അവരെ ദേവാലയത്തിലും വിഗ്രഹങ്ങളിലും വിശ്വാസം നിർബന്ധമാക്കണമെന്ന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ട് സാറേ. അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഞാൻ ഹിന്ദുവാണ് ബൈ ബർത്ത്, എനിക്ക് വിഗ്രഹങ്ങളിലും വിശ്വാസമുണ്ടെന്ന് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഇപ്പോഴത്തെ പ്രസിഡൻറ്റും മെമ്പർമാരും സത്യവാചകം ചൊല്ലി അവിടെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞാണ് ഈ തോന്നിവാസങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വിഗ്രഹത്തിൽ വിശ്വാസം, ഒരു പക്ഷേ അന്ധമായ വിശ്വാസം ഇല്ലാത്തവർ വരുന്നതാണ്. ഏറ്റവും കൂടുതൽ സ്ഥാപനത്തോട് അടുക്കുന്നവരാണ്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. ദേവനോട് ഏറ്റവും അടുത്തവൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ ഏറ്റവും അധികം ക്ഷേത്രവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുള്ളത്. ദൂരെ നിൽക്കുന്നൊരു ഭയമുണ്ട്. ഇവിടെ അതുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം വരുന്നത്. ക്രിസ്ത്യാനികൾക്ക് പ്രൊമോഷൻ കിട്ടാതായപ്പോൾ ഒരു ക്രിസ്ത്യൻ മെമ്മോറിയൽ രാജാവിന് സമർപ്പിക്കപ്പെട്ടു. ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല തിരുവിതാംകൂർ റവന്യൂ സർവീസിൽ. അപ്പോൾ രാജാവ് ഒരു കാര്യം, അന്നത്തെ കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജുണ്ട് രാമേന്ദ്ര റാവു, അദ്ദേഹത്തെ ഒരു 3 അംഗങ്ങളെയും പഠിക്കാൻ നിശ്ചയിച്ചു. ഇതെന്ത് പരിഹാരം? അപ്പോൾ അവർ പരിഹാരം നിശ്ചയിച്ചു, ഇത് രണ്ടും രണ്ടാക്കണം. 1913-14 കാലഘട്ടങ്ങളിൽ ആ കമ്മിറ്റി വരുന്നത്. അതിങ്ങനെ പോയി പഠിച്ചു. അവർ പഠിച്ചിട്ട് 1921 റിപ്പോർട്ട് കൊടുത്തു. അന്ന് മദ്രാസിലെ അഡ്വക്കേറ്റ് ജനറലാണ് നമ്മുടെ CP രാമസ്വാമി അയ്യർ. അദ്ദേഹം അതിലൊരു നോട്ട് എഴുതിയിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ചെയ്യണം, ദേവസ്വം സെപ്പറേഷൻ നടക്കണം, ദേവസ്വം റവന്യൂ രണ്ടാക്കണം. അങ്ങനെ 1922 ഇത് രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയപ്പോൾ ആ രാമേന്ദ്ര റാവു കമ്മീഷന്റെ സ്റ്റഡി അനുസരിച്ച് കേരളത്തിലെ വസ്തുക്കൾ, ഭൂമി, സ്ഥാവര സ്വത്തുകൾ അതിലെ ഏതാണ്ട് 60% ക്ഷേത്രം വകകളാണ്. അത് റവന്യൂവിലേക്ക്, അതിൽ ക്ഷേത്രത്തിന് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി റവന്യൂവിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ ഒരു 16 ലക്ഷം പറ നെല്ലിൻ്റെയും ഒരു 50,000 രൂപയുടെയും കോമ്പൻസേഷൻ ഈ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിന് റവന്യൂവിൽ നിന്ന് കൊടുക്കണം വ്യവസ്ഥ ചെയ്തു. അങ്ങനെ 1922 ഇത് രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആക്കി. ദേവസ്വത്തിന് ദേവസ്വം കമ്മീഷൻ ദിവാൻ പേഷ്കാരുടെ അതേ സ്റ്റാറ്റസ്, ഉയർന്ന സ്റ്റാറ്റസാണ് ദേവസ്വം കമ്മീഷർക്ക് അന്ന് കൽപ്പിച്ചിരുന്നത്. പക്ഷേ അന്ന് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ഈ 1700 അമ്പലങ്ങളിൽ നിന്ന് 1250 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ളൂ. ഈ ബൈഫർക്കേഷൻ വന്ന് കന്യാകുമാരി, കൽക്കുളം, തോവാള തുടങ്ങിയ പൂതപ്പാണ്ടി തുടങ്ങിയ ഗ്രൂപ്പുകളൊക്കെ മാറിപ്പോയി. ഏതാണ്ട് 1250ഓളം അമ്പലങ്ങളാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് 1922 ശേഷം. അങ്ങനെ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 1947 ഇന്ത്യ സ്വതന്ത്രമാവുന്നത്. ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമുക്കറിയാം ഈ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്ന വലിയ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അങ്ങനെയാണ് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് അഫയേഴ്സിൻ്റെ സെക്രട്ടറി ശ്രീ VP മേനോൻ കേരളത്തിൽ വന്നു. അന്ന് കേരളത്തിലെ 2 പ്രബല രാജാക്കന്മാർ തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാരാണ്. വന്നിട്ട് ഈ 2 നാട്ടുരാജാക്കന്മാർ, അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് വിസമ്മതിച്ചു ഇന്ത്യൻ യൂണിയൻ ചേരാൻ ആദ്യമൊക്കെ. പക്ഷേ അത് മാറി പിന്നീട് സമ്മതിക്കുകയും ഈ 2 പേരും
ഈ VP മേനോനും ചേർന്ന് ഒരു എഗ്രിമെൻ്റ് ഒപ്പിടാൻ തയ്യാറാവുകയും ചെയ്തു. ഈ എഗ്രിമെൻ്റാണ് കവനൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. 1949 ജൂലൈ 1 ആ കവനൻ്റ് പ്രാബല്യത്തിലായത്. കവനൻ്റ് എന്ന് പറയുന്നത് അത് കേരളം വന്ന് കേരളത്തെ പറ്റി ആലോചനയില്ല. തിരുവിതാംകൂർ കൊച്ചി കവനേറ്റിംഗ് സ്റ്റേറ്റ് എന്നാണ് അതിൻ്റെ പേര്. ആ കവനേറ്റിംഗ് സ്റ്റേറ്റിൻ്റെ രാജപ്രമുഖൻ എന്നുവെച്ചാൽ സ്റ്റേറ്റ് ഭരിക്കേണ്ടത് തിരുവിതാംകൂർ മഹാരാജാവായിരിക്കും. അദ്ദേഹം രാജപ്രമുഖനായിരിക്കും. നയപരമായ തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കണം. തുല്യമായ കൊച്ചിയുടെ ഭരണം നടത്തേണ്ടത് കൊച്ചി മഹാരാജാവാണ്. അപ്പോൾ കൊച്ചിയിലെ രാജാവ് അന്ന് രാമവർമ്മ രാജാവ്, തിരുവിതാംകൂറിലെയും രാമവർമ്മ എന്ന് പറഞ്ഞ രാജാവാണ്. രണ്ടുപേരുടെ ഒപ്പിട്ടു ആ കവനൻ്റിൽ. ആ കവനൻ്റ് അനുസരിച്ചാണ് പിന്നീട് ഇങ്ങോട്ട് നമുക്ക് ചേഞ്ചസ് വന്നത്. ആ കവനൻ്റ് ഒപ്പിട്ടത് 1949 മെയ് മാസത്തിലാണ്. മെയ് മാസത്തിൽ അത് ഒപ്പിടുന്നു. അതനുസരിച്ച് രാജപ്രമുഖനായ തിരുവിതാംകൂർ മഹാരാജാവ് അതോടൊപ്പം തന്നെ കവനൻ്റിൽ വ്യവസ്ഥ ചെയ്തു, ഈ മിനിസ്റ്റർമാരെ വയ്ക്കുന്നതിനും പ്രജാസഭയുണ്ടാക്കുന്നതിനും തിരുവിതാംകൂർ മഹാരാജാവിനെ അധികാരപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ചാണ് പ്രജാസഭയുണ്ടാക്കിയതും മിനിസ്റ്റേഴ്സിനെ നിയോഗിച്ചത്. അങ്ങനെയാണ് തിരുക്കൊച്ചി മന്ത്രിസഭ വന്നത്. തിരുക്കൊച്ചി മന്ത്രിസഭ പട്ടം പ്രധാനമന്ത്രിയായി തിരുക്കൊച്ചി മന്ത്രിസഭ വന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ തിരുക്കൊച്ചി മന്ത്രിസഭ വരികയും അതനുസരിച്ച് 1949 ജൂലൈ 1 കവനൻ്റ് ഒപ്പിടുകയും, ഈ കവനൻ്റിൽ 22 സെക്ഷനുകളാണുള്ളത്. 22 വകുപ്പുകളാണ് കവനൻ്റിലുള്ളത്. അപ്പൊ അതനുസരിച്ച് ഈ രാജപ്രമുഖന് അന്ന് പ്രിവി പേഴ്സ് നൽകി. തിരുവിതാംകൂർ മഹാരാജാവിന് 18 ലക്ഷം രൂപയും കൊച്ചി മഹാരാജാവിന് 2,35,000 രൂപയും. അവിടെ തന്നെ ഒരു പ്രൊവിഷൻ ഏർപ്പെടുത്തി, ഈ ഇപ്പോൾ സർവീസിലുള്ള നിലനിൽക്കുന്ന രാജാവ് കഴിഞ്ഞാൽ ഈ പ്രിവി പേഴ്സ് ഉണ്ടാവില്ല, അവരുടെ കാലത്ത് മാത്രം. അപ്പോൾ 1949 രാജാവിന് രാജപ്രമുഖനായി ഈ സ്റ്റേറ്റിൻ്റെ കവനേറ്റിംഗ് സ്റ്റേറ്റിൻ്റെ ആ പ്രമുഖൻ ആണ് ആദ്യ ബോർഡിനെ നിയമിച്ചത്, അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പം രാജപ്രമുഖൻ ഒരാളെ നിയമിക്കുന്നു, പ്രസിഡന്റിനെ നിയമിക്കുന്നു, ക്യാബിനറ്റിലെ മിനിസ്റ്റേഴ്സ് ഒരാളെ നിയമിക്കുന്നു, ഹിന്ദു MLA ഒരാളെ നിയമിക്കുന്നു. അങ്ങനെ 3 പേരുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വരുന്നു. അവരിൽ ഒരാൾ പ്രസിഡന്റ് ആകുന്നു, 2 അംഗങ്ങളാകുന്നു. ആദ്യം വന്നത് ശ്രീ മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റ്, R ശങ്കർ മെമ്പർ, അതുപോലെ ശങ്കരനാരായണ അയ്യർ അദ്ദേഹമാണ് അടുത്ത മെമ്പർ. അങ്ങനെ വന്നിപ്പോൾ 24ാമത്തെ പ്രസിഡന്റാണ് ഇന്നിരിക്കുന്നത്. അവരുടെ ലിസ്റ്റുണ്ട്, ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വായിച്ചു കേൾപ്പിച്ചു തരാം. അപ്പോൾ എന്തായാലും ശരി, അങ്ങനെയാണ് ഇതിൻ്റെ ഭരണം വന്നത്. പക്ഷേ ആ കവനന്റിൽ വളരെ വ്യക്തതയോടുകൂടി സാറ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, കൺകറന്റ് ലിസ്റ്റിലാണ്. അല്ല, കേരളത്തിൽ അത് വിഭിന്നമാണ്. ഇന്ത്യ മുഴുവൻ ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും HRNCE ആക്ട് ആണ് വന്നത്, ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ്സ് ആക്ട്. അത് കൺകറന്റ് ലിസ്റ്റിലാണ്. പക്ഷെ കേരളത്തിൽ മാത്രം വന്നത് HRI ആക്ട്, ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട്, 61 സെക്ഷനുമായി. അതനുസരിച്ച് ഇവിടെ ഭരിക്കാനൊക്കൂ. അപ്പൊ ഈ 2 രാജാക്കന്മാരും കേന്ദ്ര ഗവൺമെന്റിനോട് വെച്ച കണ്ടീഷൻ എന്ന് പറയുന്നത്, ഞങ്ങൾ ഭരിക്കുന്ന ക്ഷേത്രം രാഷ്ട്രീയ വിമുക്തമായിരിക്കണം. ഏതു കാലത്തും ഒരു രാഷ്ട്രീയക്കാരനും ഞങ്ങളുടെ ഭരണത്തിൽ ഇടപെടാൻ പാടില്ല, ഒരു ലെജിസ്ലേഷനും ഞങ്ങളെ ഇതിനകത്ത് മാറ്റാൻ പാടില്ല. അങ്ങനെ ഈ HRI ആക്ടിൽ വളരെ വളരെ സുവ്യക്തമായ വകുപ്പുകൾ എഴുതി ചേർത്ത് ഗവൺമെന്റിന് യാതൊരു അധികാരവും, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മന്ത്രി അവിടെയൊക്കെ എഴുന്നള്ളി പോകുന്നു, ഒരധികാരവുമില്ല. ഈ HRI ആക്ടിലെ 60 വകുപ്പുകൾ വായിച്ചു നോക്കിയാൽ ലോകത്ത് നിയമിച്ചാൽ നിയന്ത്രിക്കാൻ അധികാരമില്ലാത്ത ഒറ്റ ഒരു ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ, അത് ദേവസ്വം ബോർഡാണ്. ബോർഡുകാരെ പിന്നെ നീക്കം ചെയ്യണമെങ്കിൽ കേരള ഹൈക്കോടതിക്കാണ് അത് എഴുതിയാലും. ആക്ടിൽ അതാ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ ആഡിറ്റ് നടത്തും ഗവൺമെന്റ് ആഡിറ്റേഴ്സ്. ആഡിറ്റ് റിവ്യൂ ചെയ്യുന്നത് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. അതുപോലെ തന്നെ ഇനി മേലാൽ
ഈ അസംബ്ലി നിയമനിർമ്മാണം നടത്തിയാൽ ആ നിയമങ്ങളെല്ലാം വിത്തിൻ ദ ലിമിറ്റ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ദിസ് കവനൻ എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്പിരിറ്റിനും ലിമിറ്റിനും വിപരീതമായി പല അമെൻമെന്റുകളും സംസ്ഥാന ഗവൺമെന്റ് ഇറക്കിയിട്ട് ഒരു കാലത്തും ആരും എതിർക്കാൻ പോയില്ല, ഒരു ഹിന്ദുക്കളും എതിർക്കാൻ പോയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെ കാലാകാലങ്ങളിൽ കയ്യേറി ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഈ തിരുവിതാംകൂർ മഹാരാജാവ് അവരുടെ പത്മനാഭപുരത്ത് നിന്ന് അവരുടെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ അവരുടെ ചാരിറ്റിയാണ് ഈ പൂജാകാലത്ത് ആ വിഗ്രഹങ്ങളെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷക്കായിരുന്നു അതിന്റെ ചുമതല. അവിടുന്ന് പത്മനാഭപുരത്ത് നിന്ന് ഉടവാൾ ഏറ്റുവാങ്ങേണ്ടത് ആചാരമനുസരിച്ച് ദേവസ്വം കമ്മീഷണറാണ്. നിങ്ങളിപ്പോൾ ഒരുപാട് മാധ്യമങ്ങളൊക്കെ കാണുകയാണ്, പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പൂജപ്പര ഈ നവരാത്രി കാലത്ത് ഇങ്ങനെ ഈ വിഗ്രഹങ്ങൾ എഴുന്നള്ളിക്കുക എന്നൊക്കെ നമ്മൾ കാണുക. അവിടെ ഉടവാള് കൈമാറുന്ന ആ പടങ്ങൾ വരാറുണ്ട്. ഏതെങ്കിലും ഒരു ദേവസ്വം കമ്മീഷർക്ക് ഉടവാള് പോയിട്ട് എൻ്റെ പിടിയെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? രാഷ്ട്രീയക്കാരൻ്റെ അതിപ്രസരം കുത്തിക്കേറി അവിടെ നിൽക്കുകയാണ് ഉടവാളെടുക്കാൻ. ആര്? കേരളത്തിലെ മന്ത്രി, വേണമെങ്കിൽ 3-4 മന്ത്രിമാർ ആള് കൂടുന്നിടത്ത് പേരുണ്ടാവാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. ഇന്ന് പണ്ട് ഞങ്ങളൊക്കെ സർവീസിലിരിക്കുമ്പോൾ അവിടെ മന്ത്രിമാർക്ക് ശബരിമല ആഫീസ് ഉണ്ടായിരുന്നില്ല. ശ്രീമാൻ കാർത്തികേയൻ മന്ത്രിയായിരുന്നപ്പോഴേ അവിടെ ആഫീസ് തുടങ്ങി. ഇപ്പോ മന്ത്രിക്കല്ല, മന്ത്രിയുടെ കൂടെയുള്ളവരും പിയൂണിന് വരെ അവിടെ മുറിയ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുക. ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗമാണ് ഈ സ്ഥാപനത്തിനെ ഇന്ന് ഈ നിലയിലെത്തിച്ചത്. ഈ പറഞ്ഞ 60,000 42,000 ഏക്കറൊന്നുമല്ല, 1 ലക്ഷത്തോളം ഏക്കർ സ്ഥലം ഈ സ്ഥാപനത്തിന്റെ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്, പലരുടെ കയ്യിലുമുണ്ട്. HRA ആക്ടില് വളരെ വ്യക്തതയോടുകൂടി ഇതിന് പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 21 അത് പറയുന്നത് ഈ അമ്പലത്തിലുള്ള വസ്തുക്കൾ, ഭണ്ഡാരവക, ദേവസ്വം പുറമ്പോക്ക്, ദേവസ്വം വക ഇങ്ങനെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള മാത്രമല്ല, അതുകൂടാതെ ദേവസ്വത്തിന്റെ കൈവശത്തിലും ഉപയോഗത്തിലും ഉള്ള സർവ ലാൻഡുകളും ദേവസ്വം ബോർഡിന്റെ വക തന്നെയാണ്. അത് ഗവൺമെന്റ് ലാൻഡ് പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് വളരെ വ്യക്തതയോടുകൂടി HRA ആക്ടിൽ പറയുകയാണ്. 2 പ്രൊവിഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നടപ്പാക്കാൻ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. എരുമേലി ദേവസ്വത്തിന്റെ 2000 ഏക്കർ, 1900 ചില്ലുവാനും ഏക്കർ, തൊട്ടടുത്തുള്ള പശ്ചിമ ദേവസ്വത്തിന്റെ 4800 ഏക്കർ, രണ്ടും കൂടെ 6000 ഏക്കർ സ്ഥലം അത് പണ്ട് വെൺപാട്ടത്തിന് കൊടുത്തതാണ്, ഹാരിസൺ പ്ലാന്റേഷന്. ഇവരത് വേറെ ആർക്കോ മറിച്ചു. അങ്ങനെ അവസാനം അത് കേസായി. 1939 തിരുവിതാംകൂർ രാജാവിന്റെ കോടതിയിൽ ഇത് കേസ് വന്നിട്ട് രാജാവ് ഈ കക്ഷികളൊക്കെ കേട്ടിട്ട് ഒരു തീരുമാനമെടുത്തു. ഇത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലുള്ള ഇന്ന വസ്തുക്കളെല്ലാം, അതുപോലെ തന്നെ മുണ്ടക്കയം പകുതിയിലുള്ള വസ്തുക്കളെല്ലാം ഇത് ദേവസ്വം ബോർഡ് വക തന്നെയാണ്. ഉത്തരവെടുത്ത് ഒരു പ്രസിഡന്റിന്റെ കാലത്ത് കൊണ്ടുകൊടുത്തു. അദ്ദേഹം എരുമേലി കാഞ്ഞിരപ്പള്ളി സബ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അദ്ദേഹം പോയപ്പോൾ അടുത്ത് വന്ന, ഞാൻ രാഷ്ട്രീയക്കാരനല്ല അതുകൊണ്ട് രാഷ്ട്രീയം പറയുന്നില്ല, പ്രസിഡന്റ് ആ കേസ് പിൻവലിപ്പിച്ചു. ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഉദ്യോഗസ്ഥനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹയർ ചെയ്യാനും ഫയർ ചെയ്യാനുള്ള അധികാരം കിടക്കാണ്, കോടതിക്ക് മാത്രമേ ഉള്ളൂ. ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്താൽ അവന് കേരള ഹൈക്കോടതിയിലല്ല, വേറെ മാർഗമില്ല. വേറെ ഗവൺമെന്റിന് അതിൽ ഇടപെടാൻ അവകാശമില്ല, ഗവർണർക്ക് ഇടപെടാൻ അവകാശമില്ല. പക്ഷെ ഇവിടെ HRA ആക്ടിൽ ഒരു പ്രൊവിഷൻ കിടപ്പുണ്ട്. ഇതാണ് 22 ആക്ടുകളാണ്. ഈ 22 ആക്ടുകളുടെ അടിയിൽ ഗവൺമെന്റ് ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. The Covenant of India, the Government of India hereby concur in the above covenant and guarantee all the provisions in confirmation thereof. Mr. Vapal Pangundi Menon, advisor to Government of India. ഇത് എല്ലാ കാലത്തേക്കും ഗവൺമെന്റിന്റെ കൺകറൻസും ഗ്യാരണ്ടിയും ഉള്ള എഗ്രിമെന്റാണ് ഈ 1949 ജൂലൈയിൽ ഈ 1-ാം തീയതി ഒപ്പിട്ട എഗ്രിമെന്റ്. ഈ കവനന്റ് വെച്ചുകൊണ്ട്
ഏതൊരു ഹിന്ദുവിനും സെൻട്രൽ ഗവൺമെന്റിന് ഇടപെടാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഇതിനകത്തുണ്ട്. ഇതിലെ സെക്ഷൻ 15 ഒരു പ്രൊവിഷൻ തന്നെ പറയുന്നത് ഇൻ ഫ്യൂച്ചർ എനി ഡിസ്പ്യൂട്ട് അറൈസസ്. അപ്പം അന്ന് ഇത് കവനന്റ് ഒപ്പുവെച്ചപ്പോൾ ഈ രാജാക്കന്മാർക്ക് പ്രിവി പേഴ്സ് മാത്രമല്ല കൊടുത്ത് അവർക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ അനുവദിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ അവരുടെ കുലദൈവതം ട്യൂട്ടററി ഡയറ്റി എന്ന് പറഞ്ഞിട്ട് പത്മനാഭസ്വാമി ടെമ്പിൾ, അതിൻ്റെ അടുത്തുള്ള വസ്തുക്കൾ, തിരുവിതാംകൂർ പാലസ്, ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റ് അവർ കൊടുത്തിട്ട് അത് അപ്രൂവ് ചെയ്ത് കൊടുത്തു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. കൊച്ചി മഹാരാജാവിനും കൊടുത്തു. പൂർണ്ണത്രയീശ ടെമ്പിളും അതുപോലെ അവിടുത്തെ വസ്തുക്കളും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ട്, ബാക്കി സ്റ്റേറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഒരു പ്രൊവിഷൻ കൊടുത്തേക്കുന്ന ഇൻ ഫ്യൂച്ചർ എനി ഡിസ്പ്യൂട്ട് അറൈസസ് റിഗാർഡിംഗ് ദ പേഴ്സണൽ പ്രോപ്പർട്ടി ആൻഡ് ദ പബ്ലിക് പ്രോപ്പർട്ടി. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു കമ്മിറ്റിയെ വെച്ച് അത് റിട്രസ് ചെയ്യണമെന്നാണ് ഈ കവനന്റിലെ വ്യവസ്ഥയെ പറയുന്നത്. അതുകൊണ്ട് നന്നായി ഏത് അവസ്ഥയിലും ഗവൺമെൻറ് ഇടപെടാം. ഇനി അതിനേക്കാൾ ഉപരി ഇതൊരു പൗരാണിക പ്രാധാന്യമുള്ള സ്ഥാപനമാണ്. ഏതാ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ്. നമ്മുടെ ഭാരതത്തിലെ ഈ ദേവാരാധനയിൽപ്പെടുന്ന ദ്രാവിഡ ആരാധനാ സമ്പ്രദായങ്ങളും അതുപോലെ പിന്നീട് വന്ന നമ്മുടെ ആര്യ ആഗമനത്തിന് ശേഷം വന്ന അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളും ലോകം കണ്ട ഏറ്റവും വലിയ വേദാന്തിയായ ശ്രീശങ്കരൻ്റെ കാലത്ത് സ്ഥാപിച്ച ടെമ്പിളും അതിനുശേഷം ഉണ്ടായ പൂജാക്രമങ്ങളും നമുക്കറിയാം 2-3 പൂജാക്രമങ്ങളോടുകൂടി അന്നാണ് നമ്മൾ ഈ വിഗ്രഹങ്ങളുമൊക്കെ വന്നത്. ശങ്കരാചാര്യ 8-ാം നൂറ്റാണ്ടോടുകൂടിയാണ് നമ്മളിൽ കാണുന്ന മഹാക്ഷേത്രങ്ങൾ, അതിൻ്റെ സങ്കല്പങ്ങൾ. അതുവരെ ഈ ദ്രാവിഡരുടെ പിന്നെ പ്രാകൃത ദൈവങ്ങൾ ഒക്കെ ആയിരുന്നു. അങ്ങനെ അവരെ ഈ മലകളെയും ശിലകളെയും ഒക്കെ ആരാധിച്ചു. അവർക്ക് 3 ദുഃഖങ്ങളാണ് ഉണ്ടായിരുന്നത്. 3 പ്രാരാബ്ദങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ആധ്യാത്മിക ദുഃഖങ്ങൾ എന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന ദുഃഖങ്ങൾ, ഈ ത്രിദോഷങ്ങൾ ഉണ്ടാകുന്ന കാമക്രോധാദികൾ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, അതുപോലെ തന്നെ ഈ ജന്തുക്കൾ ആക്രമിച്ചുണ്ടാകുന്ന ദുഃഖങ്ങൾ, പേമാരി മൂലം മനുഷ്യൻ ഒലിച്ചു പോകുന്ന ദുഃഖങ്ങൾ. ഈ 3 ദുഃഖങ്ങളെ അന്നത്തെ മനുഷ്യനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ 1000 ദുഃഖങ്ങളാണ് നമുക്ക്. നമ്മുടെ പ്രാരാബ്ദം, നമ്മുടെ പ്രയാസങ്ങൾ മാറി. അപ്പോൾ അതുകൊണ്ട് എല്ലാ സങ്കല്പങ്ങളും മാറി. അപ്പോൾ ആ 3 ദുഃഖങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനങ്ങളാണെന്ന് ക്ഷേത്രങ്ങളിൽ പെടുത്തിയിരുന്നത്. അപ്പോൾ 8-ാം നൂറ്റാണ്ടോടുകൂടി നമ്മളിന്ന് കാണുന്ന ഈ വിഗ്രഹാരാധനയും അന്ന് 2-3 വിഗ്രഹങ്ങളെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ സങ്കല്പങ്ങളെല്ലാം വന്നത്. നേരത്തെ സാറ് പറഞ്ഞു വാൽമീകി രാമായണത്തിൽ രാമൻ ദൈവമൊന്നുമല്ല, അതൊരു നല്ല കാലാതിവർത്തിയായ ഒരു കഥയാണ് വാൽമീകി രാമായണം. പക്ഷേ എഴുത്തച്ഛന് 16-ാം നൂറ്റാണ്ടിൽ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ അസാൻമാർഗികളായി തീർന്ന ഒരു ഘട്ടത്തിൽ അങ്ങ് തമ്മിലടിക്കുകയും കൊച്ചു രാജാക്കന്മാർ ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായം, നമ്മുടെ ഈ ജനജീവിതം, സാംസ്കാരിക ജീവിതം താറുമാറായ ഘട്ടത്തിലാണ് എഴുത്തച്ഛൻ അത് അധ്യാത്മരാമായണമാക്കേണ്ടി വന്നത്. രാമൻ ദൈവവും എല്ലാം ആ സങ്കല്പത്തിൽ അന്നത്തെ ആ അസാൻമാർഗിക മനുഷ്യ ജീവിതത്തെ നേരായി നയിക്കുകയും ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞു, 16-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞു, നമ്മളിപ്പോഴും കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നതിൻ്റെ പ്രസക്തി അതാണ്. അപ്പോൾ അതൊക്കെ ഒരു കാലത്തിൻ്റെ ആവശ്യമാണ്. ഓരോ കാലത്തിനും ഉണ്ടാകുന്ന ധാർമ്മിക പ്രശ്നങ്ങൾക്ക് ആ കാലത്തിൽ ഇതുപോലെ അതിനൊക്കെ പരിഹാരവും ഉണ്ടാവുമെന്നാണ് നമ്മുടെ ചരിത്രം നമ്മളെ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ഷേത്രങ്ങളുടെ കുഴപ്പം ഈ ക്ഷേത്രങ്ങളുടെ കുഴപ്പമല്ല, ക്ഷേത്രങ്ങളുടെ നിയമങ്ങളുടെ അപര്യാപ്തതയുമല്ല. അത് പ്രയോഗിക്കുന്ന ആളുകൾ പ്രയോഗിച്ച് അവരുടെ വ്യക്തിമൂല്യങ്ങളിലും വ്യക്തിത്വത്തിലും വന്ന മൂല്യച്യുതിയും നാശങ്ങളുമാണ് ഇന്ന് ഈ സ്ഥാപനത്തെ ഈ ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. നമുക്ക് പറയാം, അത് കണ്ട ഞാനത് ഒരു ലിസ്റ്റ് വായിച്ചു തരാം. മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റ്, PG നാരായണൻ ഉണ്ണിത്താൻ, P സ്വാമിനാഥപിള്ള, KS ദാമോദരനാശാൻ, മങ്കുഴി മാധവൻ, ചിലർക്കെങ്കിലും അറിയുമായിരിക്കും, പ്രാക്കുളം പാസി, B മാധവൻ നായർ, GP മംഗലത്ത് പട്ടം, TN ഉപേന്ദ്രനാഥക്കുറുപ്പ്, N ഭാസ്കരൻ നായർ, T രാമൻ ഭട്ടതിരിപ്പാട്, വീണ്ടും N ഭാസ്കരൻ നായർ. അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഇല്ല രഘുവംശത്തിൻ്റെ കഥ പോലെയാവും. നമ്മുടെ മഹാകവി, ആർഷഭാരതത്തിൻ്റെ മഹാകവി കാളിദാസൻ രഘുവംശം 21 സർഗങ്ങളിലായി
29 രാജാക്കന്മാരുടെ കഥയാണ് പറയുന്നത്. അത്ര അമൂല്യമായ വ്യക്തിപ്രഭാവമുള്ള ആത്മീയതയുടെ ഉത്തുംഗത്തിൽ നിന്ന ദിലീപ മുതൽ രഘു, അജൻ, രാമൻ, ദശരഥൻ ഇങ്ങനെ വന്ന് അവസാനം അഗ്നിവർണ്ണൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഇടതടവില്ലാതെ കുലനയ വിരുദ്ധമായ ജീവിതം നയിച്ച് രാജയഷ്മാവ് പിടിച്ച് മരിച്ച അഗ്നിവർണ്ണനിലാണ് ആ വംശം അവസാനിച്ചത്. അപ്പം ഇവിടെ നമ്മൾ നേരിടുന്ന വിഷയവും ഇതുതന്നെയാണ്. മഹാരഥന്മാരായ ആളുകൾ ഭരിച്ചു കൊണ്ടുവന്ന, സംരക്ഷിച്ചു കൊണ്ടുവന്ന മഹാസ്ഥാപനത്തെ നയിക്കാൻ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ കൂടുവിട്ട് കൂടുമാറിയ ആരെയെങ്കിലും പിടിച്ചേൽപ്പിച്ചാൽ അതിങ്ങനെ ഇരിക്കും. അതിന് നമ്മളാരും കരഞ്ഞിട്ട് കാര്യമില്ല. ഒരു ശാശ്വതമായ പരിഹാരം ഈ പറയുന്ന തരത്തിലുള്ള ഹിന്ദുക്കളെ ഏൽപ്പിച്ചിട്ടൊന്നും ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. കാരണം ഇതൊരു മഹത്തായ പ്രസ്ഥാനമാണ്. ഞങ്ങൾക്കുള്ള 255 അമ്പലങ്ങളിൽ പലപ്പോഴും ഉപദേശ സമിതികൾ, നന്നായി പ്രവർത്തിക്കുന്ന ഉപദേശ സമിതികളുണ്ട്. അതുപോലെ തന്നെ മറ്റേതിൻ്റെയും അനുഭവങ്ങൾ ഞങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ്. ക്ഷേത്രത്തിൻ്റെ പേരിൽ പണം പിരിച്ച് സ്ഥലം മേടിച്ച് കല്യാണ മണ്ഡപങ്ങളാക്കി പിരിവെടുക്കുന്നവർ അവിടെയുണ്ട് പലരും. ഒരു വർഷത്തേക്ക് പിരിവിന് പോകുമ്പോൾ അവിടുത്തെ ഉള്ള ചില ആളുകൾക്ക് ആ അടുത്ത ഒരു വർഷത്തേക്ക് ജീവിക്കാനുള്ള സമ്പത്ത് നേടുന്നതും ഈ ക്ഷേത്രോത്സവത്തിലെ പിരിവിലാണ്. ഇതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെ മഹത്തായ സ്ഥാപനമായി ആത്മാവ് കൊടുത്ത് സ്നേഹിക്കുന്ന ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ഇങ്ങനെയാക്കി ചെയ്യാമെന്ന് പറഞ്ഞാൽ സെൻകുമാർ സാർ പറഞ്ഞത് തമ്മിലടിച്ച് ചാവും. കാരണം ഈ പണം അപരിമേയമായ സമ്പത്തിൻ്റെ ഇരിപ്പിടമാണ്. നമ്മളിതൊരു തമാശയല്ല. ഒരു പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബഡ്ജറ്റിനെയൊക്കെ അധികരിക്കുന്നതായിരിക്കും ഈ ക്ഷേത്രത്തിലെ കുടിയിരിക്കുന്ന ഈ തിരുവാഭരണങ്ങൾ. അത്ര ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുന്നതിനെ പറ്റി ഏകദേശമൊക്കെ നമുക്ക് കേട്ടറിവുണ്ട്. ഒരു പക്ഷേ ഒട്ടും മോശമല്ലാത്ത കുടിയിരിപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മഹാക്ഷേത്രങ്ങളിലെ സമ്പത്തുകൾ. അതൊന്നും നമുക്ക് കണ്ടില്ലെന്ന് വയ്ക്കാൻ പറ്റില്ല. ഉത്തരവാദിത്വ ബോധമില്ലാത്തവരെ ഏൽപ്പിക്കാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായും ഗവൺമെൻറ്റിനെ ഈ കാര്യത്തിൽ ഇടപെടിച്ചുകൊണ്ട് ഈ കവനന്റിൽ നിർദ്ദേശിക്കുന്ന പ്രൊവിഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും ഒരു നല്ല ബോർഡ് ഒരു 5 വർഷം ഭരിക്കാമെങ്കിൽ, ഞങ്ങളുടെ അനുഭവം അതാ പറയുന്നത്, നല്ലവരും വന്നിട്ടുണ്ട്, മോശം ആളുകളും വന്നിട്ടുണ്ട്. ചില കാലത്ത് ഇത് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട്. കാരണം സമ്പത്ത് കൊണ്ട് കുമിഞ്ഞുകൂടിയിട്ടുണ്ട് ഈ സ്ഥാപനം. മാത്രമല്ല ഒറ്റ കാര്യം എനിക്കറിയാം, ഈ നമ്മുടെ ക്ഷേത്രങ്ങളിൽ യഥാവിധി പൂജയും കർമ്മവും നടത്തിയാൽ നമ്മുടെ മാറിപ്പോയ ഋതുഭേദങ്ങൾ തിരിച്ചു വരുമെന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അത്ര കണ്ട് പൂജാലോപവും അസ്വസ്ഥതകളും അക്രമങ്ങളുമാണ് നമ്മുടെ പല ക്ഷേത്രങ്ങളിൽ നടന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പരമാധികാരം കൊടുത്ത് നിയോഗിച്ചിരിക്കുന്ന പത്മാസുരനെ പോലെ ഇരിക്കുന്നവരാണ് ഭരിക്കാൻ പറ്റുന്നത്. അവരുടെ നമ്മളൊരു ഫയലിൽ എന്തെങ്കിലും എഴുതിയാൽ നമ്മളവിടുന്ന് മാറിപ്പോകും, അല്ലെ പിറ്റേന്ന് സസ്പെൻഷൻ ഓർഡർ ഇറക്കും. എനിക്കറിയാം. എൻ്റെ ഒരു ദുരനുഭവം പറയാം. ഞാൻ ശബരിമല നെയ്യ്, ശബരിമല എണ്ണ ഉപയോഗിക്കുന്ന ക്ഷേത്രമല്ല. ശബരിമലയിലും നിലയ്ക്കലും പമ്പയിലും ഒക്കെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഭക്തജനങ്ങൾ കൊണ്ടിടും. ഞങ്ങളുടെയൊക്കെ സർവീസ് കാലത്ത് ഈ നെയ്യ് വന്ന് കുമിഞ്ഞു കൂടിയിട്ട് വലിയ ഈ മുറികൾ അത്രയുള്ള കണ്ടെയ്നർ, സ്റ്റീൽ കണ്ടെയ്നർ വെച്ച് അത് ഉരുക്കി അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ സ്ഥാനത്ത് കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് ശബരിമല നെയ്യ്, കോടിക്കണക്കിന് രൂപയുടെ നെയ്യ് വാങ്ങിക്കുകയാണ്. അയ്യപ്പന്മാരുടെ എണ്ണം കൂടി, നെയ്യഭിഷേകത്തിൻ്റെ എണ്ണവും കൂടി. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പറയാതിരിക്കാൻ വയ്യ. അപ്പം ഇത് മോഷ്ടിച്ച് വൻതോതിൽ വിൽക്കുകയാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഒന്നും വിശദീകരിക്കാൻ സമയമില്ലാതെ ചെയ്യുന്നില്ല. പക്ഷേ ആക്ടിലും പ്രൊവിഷനിലും കവനന്റിലും കൃത്യമായി ഗവൺമെൻറ്റിന് ഇടപെടാനുള്ള പ്രൊവിഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരാൾക്കും പിന്തിരിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ജുഡീഷ്യറിയുടെ മുമ്പിൽ പോയാലും സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ടേ മതിയാവും. അത്ര കോൺക്രീറ്റ് ആയിട്ടുള്ള സംവിധാനത്തിൻ്റെ കീഴിലാണ് ഈ സ്ഥാപനം പടുത്തുയർത്തിയിട്ടുള്ളത്. ഈ കാലാധിവർത്തിയായ ത്രികാലജ്ഞാനികളായ മഹാപണ്ഡിതന്മാരാണ് ഇതെല്ലാം ഈ കവനന്റും HRA ആക്റ്റും തയ്യാറാക്കി 1950 കേരള സംസ്ഥാനത്തിൻ്റെ 15ാമത്തെ നിയമനിർമ്മാണമാണ് HRA ആക്ട്. 15ാമത്തെ നിയമനിർമ്മാണം. അത്ര ഗൗരവത്തോടെ ചെയ്ത സാധനമുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനമില്ലാത്തതല്ല, അത് പ്രയോഗിക്കാനുള്ള സംവിധാനമാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലായി ഇനി സമയം അതിക്രമിച്ച് ഇനി ഒരാളൂടെ സംസാരിക്കാനുണ്ട്. നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.